ലോകസഭയിലെ സ്പീക്കറായി ഓം ബിർള സ്ഥാനമേറ്റെടുത്തതോടെ ഭരണകക്ഷിയിൽ പോലും എതിർ അഭിപ്രായം ഉയർന്നു. തന്നിഷ്ടപ്രകാരം ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും ബിർള സഭാനാഥനായി പാർലമെന്റിനെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെ ഓം ബിർളയ്ക്ക് പകരം മറ്റൊരാൾ എന്നൊരു നിലപാട് സഖ്യകക്ഷികൾ സ്വീകരിച്ചെങ്കിലും മാറ്റുവാൻ BJP കേന്ദ്ര നേതൃത്വം തയ്യാറാകാതെ വന്നതോടെയാണ് ബിർള വീണ്ടും സ്പീക്കറായി രംഗപ്രവേശനം നടത്തിയത്. എന്തായാലും സഭയിൽ വലത് കാൽ വച്ചതിന് പിന്നാലെ തന്നെ പല കീഴ്വഴക്കങ്ങളും ലംഘിക്കുകയാണ് ഓം ബിർള ചെയ്തിരിക്കുന്നത്. ലോക്സഭയിൽ എല്ലാ കക്ഷികൾക്കും സമാന അഭിപ്രായമില്ലാത്ത വിഷയങ്ങളിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിക്കുന്നത് അസാധാരണമായ ഒരു നടപടി ആണെന്നിരിക്കെയാണ് ആദ്യ ദിനം തന്നെ തന്നിഷ്ടപ്രകാരം ഓം ബിർള പ്രമേയം അവതരിപ്പിച്ചത്. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PTD ആചാരിയാണ് ഇക്കാര്യത്തിൽ ബിർളയെ വിമർശിച്ച് രംഗത്ത് വന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഓം ബിർള അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയം വിവാദമായി. സാധാരണഗതിയിൽ രാജ്യത്തൊരു യുദ്ധം നടക്കുമ്പോഴോ രാജ്യം എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴോ ഒക്കെയാണ് സ്പീക്കർ ഒരു പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്നം വയ്ക്കുന്ന പ്രമേയം സ്പീക്കർ അവതരിപ്പിക്കുന്ന പതിവില്ല എന്നാണ് PDT ആചാരി പറയുന്നത്. ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കു ശേഷം സഭ ചേരുന്ന ആദ്യ ദിനത്തിലായിരുന്നു ബിർളയുടെ വിവാദ പരാമർശമുണ്ടായത്. അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിന്റെ ഭാഗമായി ജൂൺ 25 ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട ദിനമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ആ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു ബിർള ചെയ്തത്. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു. 1 മിനിറ്റ് മൗനമാചരിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടപ്പോഴും കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ത്യ മുന്നണിയിൽ ഭിന്നതയുണ്ടാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് സ്പീക്കറുടെ നീക്കമെന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസ് ഒഴികെ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നൽകാമെന്ന നിലപാടാണ് BJP സ്വീകരിച്ചത്. ഇതും ഇന്ത്യ മുന്നണിയുടെ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. ഇത് ഏൽക്കാതെ വന്നതോടെയാണ് സ്പീക്കർ ബിർള തന്നെ നേരിട്ട് മുന്നണിക്കുള്ളിൽ അടിയുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സർക്കാരാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അതിനു പകരം സ്പീക്കറെ ഇതിനുപയോഗിച്ചത് ശരിയായില്ല എന്നും ആചാരി അഭിപ്രായപ്പെടുകയും ചെയ്തു. സാധാരണഗതിയിൽ സ്പീക്കർ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അതിന്റെ പൂർണ്ണരൂപം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് ശേഷമാണ് സ്പീക്കർക്ക് നൽകുന്നത്. അതാണ് നടപടിക്രമം. സഭയുടെ ആകെ വികാരം പ്രകടിപ്പിക്കുന്നതാകണം ആ പ്രമേയം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ രീതി പിന്തുടരുന്നത്. അതാണ് ആദ്യ ദിനം തന്നെ ഓം ബിർള എന്ന സ്പീക്കർ തെറ്റിച്ചത് എന്ന വിമർശനവും രാജ്യവ്യാപകമായി മാറുകയാണ്.